Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, miss. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലഡ് ബാങ്ക് അല്ലേ സ്റ്റാർട്ട് ചെയ്തേ? ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ? അതെ. എവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത്? മെയിൻ ഫങ്ഷൻസ് അല്ലേ പറഞ്ഞത്? മെയിൻ ഫങ്ഷൻസ് അല്ലേ പറഞ്ഞത്? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? Yes, ma'am. Okay. ഓക്കെ, അപ്പൊ നമ്മള് ബ്ലഡ് ബാങ്ക് എന്താന്ന് പറഞ്ഞിരുന്നു, മെയിൻ ഫങ്ഷൻസും പറഞ്ഞിരുന്നു അല്ലെ? ഇത്രയും വരെയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മള് ലൊക്കേഷൻ ആണ് പറയാൻ പോകുന്നത്. ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ typically should be situated on the ground floor. ബ്ലഡ് ബാങ്കിലൊക്കെ പോയ ആളുകളുണ്ടോ? ആരെങ്കിലും പോയിട്ടുണ്ടോ? എവിടെയാണ് ഇതിന്റെ ലൊക്കേഷൻ വരാറ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടം എന്ന് പറയുന്നത് അല്ലെ? typically should be situated on the ground floor. അല്ലെങ്കിൽ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ നമ്മുടെ താഴത്തെ നിലയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടം. then easy visibility എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരിടത്തായിരിക്കണം ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ഒത്തിരി നമ്മൾ തപ്പി നടക്കാനോ അല്ലെങ്കിൽ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കാനോ ഒന്നും ഇടവരാതെ പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഇടത്തായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ വരേണ്ടത്. മൂന്നാമത്തത് in near proximity with the emergency department, OT complex and hospital clinical department. ഇനി എന്താ പറയുന്നത്? near proximity with the emergency department. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ചികിത്സ നൽകുന്ന ഡിപ്പാർട്ട്മെന്റുകള് മുതലായ ഇടങ്ങളിൽ നിയർ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തായിട്ട് അല്ലെ? ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെയൊക്കെ അടുത്തായിട്ടായിരിക്കണം ഒരു ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ വരേണ്ടത്. ഇപ്പൊ ഒരു ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമുക്കൊരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടാകുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആകുമ്പോ എപ്പോ വേണമെങ്കിലും ബ്ലഡ് ആവശ്യമായിട്ട് വരാം അല്ലെ? നമ്മൾ അവർക്ക് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എപ്പോ വേണമെങ്കിലും അവർക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വരാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഒത്തിരി ദൂരെയാണ് ഒരു ബ്ലഡ് ബാങ്കെങ്കിൽ അവിടെ പോയി നമ്മൾ അത് കളക്ട് ചെയ്ത് വരുമ്പോൾ ഒത്തിരി സമയം നഷ്ടമാണ് അല്ലെ? അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ അടുത്തായിട്ടായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ വരണമെന്ന് പറയാം. Then next നോക്കിയേ, it will have distinct entry and exit with wide corridors and waiting space to curtail traffic congestion. ഇനി എന്താ പറയുന്നത്? ഈ ബ്ലഡ് ബാങ്കിന് അതിൻ്റെതായ സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ബ്ലഡ് ബാങ്കിലേക്ക് കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് വേണം. അതുപോലെ ഒരു വിശാലമായ ഒരു കോറിഡോർ അല്ലെങ്കിൽ ഒരു ഇടനാഴി അവിടേക്ക് പോകാൻ വേണം. ആൻഡ് വെയിറ്റിംഗ് സ്പേസ്, ഇപ്പൊ ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് കൊടുത്ത് സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബ്ലഡ് കൊണ്ടുപോകാനായിട്ടോ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് സ്പേസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ട്രാഫിക് കൺജഷൻ, ഇതിനു വേണ്ടിയാണ് ഒരു വെയിറ്റിംഗ് സ്പേസ് അല്ലെങ്കിൽ വലിയൊരു ഇടനാഴി അല്ലെങ്കിൽ വലിയൊരു കോറിഡോർ ഒക്കെ സ്ഥാപിക്കുന്നത്. ഒത്തിരി ട്രാഫിക് കൺജഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യർ മൂലമുള്ള ഒരു തിരക്ക് അല്ലെ? ഒരു കൺജഷൻ തിരക്ക് അത് നമുക്ക് കർട്ടയിൽ ചെയ്യാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒത്തിരി ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാനും ഒത്തിരി ആളുകളുടെ ആ ഒരു ക്രൗഡ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനും വേണ്ടി വെയിറ്റിംഗ് സ്പേസുകൾ അവിടെ കൊടുക്കുക. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഇടനാഴികൾ അവിടെ പ്രൊവൈഡ് ചെയ്യുക. ബ്ലഡ് ബാങ്കിലേക്ക് മാത്രം പോവാനും വരാനും വേണ്ടിയുള്ള എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റുകളും കൊടുക്കുക. Then last പറയുന്നത് it must be spacious through with minimum public entry so that there is no interference with the work of the lab technician. ബ്ലഡ് ബാങ്കിലൊക്കെ പോയവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമുക്ക് ആ ബ്ലഡ് ബാങ്കിൽ ചെന്നാൽ എവിടെ വരെയാണ് മാക്സിമം നമ്മളൊരു എൻട്രി എന്ന് പറയുന്നത്? എവിടെ വരെയാണ്? പോയിട്ടുണ്ടോ? ആരെങ്കിലും പോയിട്ടുണ്ടോ?
ആരും പോയിട്ടില്ല ഇതില് ബ്ലഡ് ബാങ്കില് എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് പോയിട്ടുണ്ടോ ആരെങ്കിലും? ആരും പോയിട്ടില്ല. പോയിട്ടുണ്ട്. അപ്പൊ പോയവർക്ക് പറഞ്ഞ് എവിടെ വരെയാണ് നമുക്ക് ആ ഒരു എൻട്രി ഉണ്ടാവുക? നമ്മൾ എവിടെ വരെയാണ് കടത്തി വിടുക? എവിടെ വരെയായിരിക്കും? നമ്മുടെ കളക്ട് ചെയ്യുന്ന സ്ഥലം വരെ അല്ലെ? അവിടെ ഒരു റിസപ്ഷൻ പോലെ ഒരു ചെറിയ ഏരിയ ഉണ്ടാവും. നമ്മൾ അവിടെ ബ്ലഡ് സാമ്പിളൊക്കെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള റെസിപ്റ്റ് കാര്യങ്ങൾ തരാനുള്ള ഒരു സെക്ഷൻ അവിടെ ഉണ്ടാവും. ആ ഏരിയ വരെയാണ് നമ്മൾ കടത്തി വിടുക അല്ലെ? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തിരിക്കണം. അതില്ലാതെ ഉള്ളിലേക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എൻട്രി മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടുത്തെ ജീവനക്കാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആ ഒരു ബ്ലഡ് ബാങ്കിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് വിത്ത് മിനിമം പബ്ലിക് എൻട്രി. ഈ പറയുന്ന അവർ പ്രവർത്തനം ചെയ്യുന്ന ആ ലാബ് പോലെയുള്ള ആ ഒരു ഇടം, ലാബ് തന്നെയാണ് ശരിക്കും, ആ ലാബ് പോലെയുള്ള വളരെ വിശാലമായതായിരിക്കണം. അതോടൊപ്പം തന്നെ മിനിമം പബ്ലിക് എൻട്രി ആയിരിക്കണം. എല്ലാ ആളുകളെയും കടത്തി വിടുകയല്ല ചെയ്യുന്നത്. വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് വളരെ കുറച്ച് ആളുകളെ മാത്രം കടത്തി വിടുന്ന രീതിയിലായിരിക്കണം അവിടെ സെറ്റ് ചെയ്യുന്നത്. ആൻഡ് സോ ദാറ്റ് there is no interference. അതെ, അക്സസിബിൾ ആയിരിക്കും. ശരിയാണ്. ദ ഇന്റർഫറൻസ് വിത്ത് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻ. ഇനി എന്താ പറയുന്നത്? അപ്പൊ ഇങ്ങനെ വളരെ മിനിമം ആയിട്ടുള്ള എൻട്രി മാത്രം റെസ്ട്രിക്റ്റഡ് ആക്കിയൊക്കെ വെക്കുന്നത് കൊണ്ട് ആ ലാബ് ടെക്നീഷ്യൻസിന്റെ വർക്കിനെ യാതൊരു കാരണവശാലും നമ്മളവിടെ തടസ്സപ്പെടുത്താൻ പാടില്ല അല്ലെ? അവരുടെ ജോലി തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മിനിമം പബ്ലിക് എൻട്രീസ് ഒക്കെ വെക്കുന്നത്. അപ്പൊ അവിടെ ലൊക്കേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തേതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ചോദിക്കാം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ ടിപ്പിക്കലി എവിടെയാണ് വരേണ്ടത്? സിറ്റുവേറ്റഡ് ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടം എന്ന് പറയുന്നത്. ഈസി വിസിബിലിറ്റി ആയിരിക്കണം. എളുപ്പത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നിടത്തായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ വരേണ്ടത്. മൂന്നാമത് പറഞ്ഞത് എന്തിനോടൊക്കെ അടുത്തായിരിക്കണം? ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോടോ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിനോട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ചികിത്സാപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളോടൊക്കെ അടുത്തായിരിക്കണം ഒരു ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ വരേണ്ടത്. എന്താണ് ചോദിച്ചത്? നമ്മൾ പറഞ്ഞില്ലേ 5 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ഓൾമോസ്റ്റ് ഒരു വ്യക്തിയുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആവറേജ് റേറ്റ് ആണ് കേട്ടോ പറയുന്നത്. കറക്റ്റ് കണക്കല്ല, ഓൾമോസ്റ്റ് ഇത്രയെങ്കിലും ഉണ്ടാവണം. നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത്. നോട്ട് ചെയ്യണോട്ടത് ചോദിക്കാറുണ്ട്. ഓൾമോസ്റ്റ് എത്ര ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ഉണ്ടായിരിക്കും എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ആവറേജ് കണക്കാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഈ പറയുന്ന ബ്ലഡ് ബാങ്കിലേക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് വേണം. അതുപോലെ ഒരു വിശാലമായ ഇടനാഴി ഉണ്ടായിരിക്കണം. വെയിറ്റിംഗ് സ്പേസും കൊടുക്കണം. അപ്പൊ അതിലൂടെ ഒരുപാട് ഉണ്ടാകുന്ന തിരക്കുകൾ, മനുഷ്യർ മൂലം ഉണ്ടാകുന്ന ഒരുപാട് തിരക്ക് അല്ലെങ്കിൽ ആ ഒരു കൺജഷൻ ഒക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഈ ബ്ലഡ് ബാങ്കില് അവർ പ്രവർത്തിക്കുന്ന ലാബ് മുതലായ ഇടങ്ങളൊക്കെ വളരെ സ്പേഷ്യസ് അല്ലെങ്കിൽ വിശാലമായിരിക്കണം. ആ ലാബ് ടെക്നീഷ്യൻസിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി അതിനുള്ളിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ വളരെ കുറവ് മിനിമം ആക്കി നിർത്തുകയും വേണം. ക്ലിയർ ആണോ? ലൊക്കേഷൻ ഓക്കെ ആണോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതെ? ഓക്കെ അല്ലേ? ലൊക്കേഷൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓർഗനോഗ്രാം ആണ്. നമ്മുടെ ഫ്ലോ ചാർട്ട് പോലെയുള്ള കാര്യമാണ്. മിക്ക ഡിപ്പാർട്ട്മെന്റുകളിലും ഇതുപോലെയുള്ള ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഓർഗനോഗ്രാംസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ അതൊന്നും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണെന്ന്. അപ്പൊ അതില് ഓരോന്നും എന്ത് ചെയ്യുന്നു? ഫ്ലോ ചാർട്ട് പോലെ കൃത്യമായിട്ട് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആ ഒരു ഓർഡർ ചിലപ്പോൾ തെറ്റിച്ചു തരാം. അല്ലെങ്കിൽ ഇപ്പൊ ഇതിൽ പറയുമ്പോൾ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്നത് ആരാണ്, അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടറിന് കീഴിൽ വരുന്ന ആരാണ്, അങ്ങനെയും ചോദിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഓർഡറില് വ്യത്യാസം വരുത്തി ചോദിക്കാം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ചൂസ് ചെയ്താൽ ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാവും കേട്ടോ. അതിൽ ഫസ്റ്റ് നമ്മുടെ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ഓർഗനോഗ്രാമില് ഫസ്റ്റ് ഹെഡ് ആയിട്ട് വരുന്നത് മെഡിക്കൽ ഡയറക്ടറാണ്.
ജസ്റ്റ് ആ പേര് അങ്ങനെ തന്നെ ഓർഡറിലൊന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. മെഡിക്കൽ ഡയറക്ടർ അവരുടെ കീഴിൽ വരുന്നതാണ് HOD അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അതിന് കീഴിൽ വരുന്നവരാണ് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചീഫ് എന്ന് പറയുന്നവരുടെ കീഴില് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഒരു 3 ആരോ മാർക്കാണ് കേട്ടോ. അത് ആ വ്യക്തിയുടെ കീഴിൽ വരുന്ന 3 വിഭാഗം എന്ന രീതിയിലാണ് കേട്ടോ അവിടെ വരുന്നത്. അതിൽ ഒന്നാമത്തത് ആരാണ്? അതിൽ ഒന്നാമത് വരിക ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചീഫിന്റെ കീഴിൽ വരുന്നത് ഒന്നാമതായിട്ട് ആര് വരും? 3 പേര് വരുന്നുണ്ട്. ആരൊക്കെയാണ് എന്ന് പറയാൻ പറ്റുമോ? ആരൊക്കെയാണെന്ന് മെസ്സേജ് ചെയ്തേ. ആദ്യം മെഡിക്കൽ ഡയറക്ടർ അവരുടെ കീഴിൽ വരുന്നതാണ് HOD അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അവരുടെ കീഴിൽ വരുന്നത് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്ന വ്യക്തി. അവരുടെ കീഴിൽ 3 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തത് ക്വാളിറ്റി മാനേജർ, രണ്ടാമത്തത് BTO അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, മൂന്നാമത്തത് ആരാ? ടെക്നിക്കൽ സൂപ്പർവൈസർ. കേട്ടോ. ആ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫിന്റെ കീഴിൽ വരുന്ന 3 വിഭാഗത്തിലുള്ള ആളുകളാണ് BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. BTOയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, ക്വാളിറ്റി മാനേജർ, ടെക്നിക്കൽ സൂപ്പർവൈസർ. BTOയുടെ കാര്യം നമുക്ക് എടുക്കാം. BTO അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസറിന്റെ കീഴിൽ വരുന്നവരാരാ? ടെക്നീഷ്യൻസ് വരുന്നുണ്ട്, അസിസ്റ്റന്റ് ടെക്നീഷ്യൻസും വരുന്നുണ്ട്. അങ്ങനെയും ചോദിക്കാം കേട്ടോ. BTOയുടെ കീഴിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നും ചോദിക്കാം. ആരൊക്കെയാ? ടെക്നീഷ്യൻസ് വരുന്നുണ്ട്, അസിസ്റ്റന്റ് ടെക്നീഷ്യൻസ് വരുന്നുണ്ട്. ടെക്നിക്കൽ ക്വാളിറ്റി മാനേജറിന്റെ കീഴിലൊന്നും നമുക്ക് പഠിക്കാനില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ പഠിക്കാനുള്ള ആരൊക്കെയാ? ക്ലർക്ക് വരുന്നുണ്ട്, നഴ്സസ് വരുന്നുണ്ട്, PRO വരുന്നുണ്ട്. ക്ലർക്ക്, നഴ്സസ്, PRO പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ്, ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട PROസും വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഒരു ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ഓർഗനോഗ്രാം ആണ്. അതിൽ ആ ഓർഗനോഗ്രാമിൽ ഓരോരുത്തരുടെ കീഴിലായിട്ട് വരുന്നു. അത് ആരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് ആ ഒരു ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓർഡർ മാറി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറിപ്പോവാതെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആ ഒരു ഓർഡർ കൃത്യമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളൊന്ന് എഴുതി ബുക്കിലോ എവിടെയെങ്കിലും എഴുതിയൊന്ന് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഇതേപോലെ കോളം വരച്ചൊന്നും എഴുതണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ആരോ മാർക്ക് ഇട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. മെഡിക്കൽ ഡയറക്ടർ, അത് കഴിഞ്ഞ് ഒരു ആരോ ചെയ്ത HOD ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, അത് കഴിഞ്ഞ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചീഫ്, അവരുടെ കീഴിൽ 3 പേരായിട്ട് ഡിവൈഡ് ചെയ്യുക. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, ക്വാളിറ്റി മാനേജർ, ടെക്നിക്കൽ സൂപ്പർവൈസർ. അതിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസറുടെ കീഴിൽ ടെക്നീഷ്യൻ വരുന്നുണ്ട്, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വരുന്നുണ്ട്. ടെക്നിക്കൽ സൂപ്പർവൈസറുടെ കീഴിൽ ക്ലർക്ക്, നഴ്സസ്, PRO. ക്ലിയർ ആണോ? ഓർഗനോഗ്രാം ഓക്കെ ആണോ? ഇവരുടെ ഡ്യൂട്ടീസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല. ജസ്റ്റ് അത് ഈ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് പോലെയാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ അതിൽ ചിലപ്പോ ഒരെണ്ണമൊക്കെ വിട്ടുപോയിട്ട് ഫില്ല് ചെയ്യാനായിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. ഒരു ഫ്ലോ ചാർട്ട് തന്നെ അതിൽ ഏതെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ചൂസ് ചെയ്ത് എഴുതാനായിട്ട് അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. എന്തൊക്കെ ടെസ്റ്റുകളാണ് ബ്ലഡ് ബാങ്കിങ്ങിൽ ചെയ്യുക? അപ്പൊ ബ്ലഡ് ബാങ്കിങ്ങിൽ ഒരു ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യാണ്. നമ്മളൊരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബ്ലഡ് ബാങ്കിൽ ഡൊണേറ്റ് ചെയ്ത ബ്ലഡ് കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകളിൽ പ്രാഥമിക പരിശോധനകളിലൂടെ കടന്നു പോയിട്ടായിരിക്കും അത് ട്രാൻസ്ഫ്യൂഷന് വിധേയമാക്കുള്ളൂ. അല്ലാതെ നേരിട്ട് നമ്മളിൽ നിന്ന് എടുക്കുന്ന ബ്ലഡ് നേരിട്ട് അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറില്ല. മറിച്ച് ആ ബ്ലഡ് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ബ്ലഡ് കുറച്ച് preliminary tests, that is certain set of preliminary tests are done in the lab once the blood is donated, but not restricted to the following. എന്താണ്? ഇങ്ങനെ ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കിട്ടിയാൽ ആ ബ്ലഡിനെ നമ്മൾ ലാബിൽ വെച്ച് ബ്ലഡ് ബാങ്കിലെ ലാബിൽ വെച്ച് പ്രിലിമിനറി ടെസ്റ്റുകളിൽ പ്രാഥമിക പരിശോധനകളിലൂടെ കടത്തിവിട്ട് അതിനുശേഷമാണ് നമ്മൾ അവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടി അത് റെഡിയാക്കുന്നത്. എന്തൊക്കെ ടെസ്റ്റുകളാണ് പ്രിലിമിനറി ടെസ്റ്റുകളിൽ നമ്മൾ ചെയ്തു നോക്കുന്നത്? അതിൽ ഒന്നാമതാണ് ടൈപ്പിംഗ് ABO ബ്ലഡ് ഗ്രൂപ്പ്. അതായത് ഏത് ടൈപ്പ് ഓഫ് ബ്ലഡ് ആണ് ഈ ഡൊണേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ബ്ലഡ് ആണ്, അപ്പൊ എന്റെ ഒരു A പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഒരു B പോസിറ്റീവ് ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഏത് ടൈപ്പ് ആണ് എന്ന് ആദ്യം നമ്മൾ ടൈപ്പിംഗ് ആണ് ചെയ്യുക. അതായത് ABO അല്ലെ, 3 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പറയാ. A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, AB ഗ്രൂപ്പ് ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട്. 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതുപോലെ ആ 4 ബ്ലഡ് ഗ്രൂപ്പിലും
ഏതാണ് ഈ ഡൊണേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ബ്ലഡ് എന്നാദ്യം മനസ്സിലാവും. ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. ഈ 4 ബ്ലഡ് ഗ്രൂപ്പിലും ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഈ ഡൊണേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് എന്ന് ടൈപ്പിംഗ് ചെയ്ത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കും. രണ്ടാമത്തത് RH ടൈപ്പിംഗ്, അതായത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആൻറ്റിജൻ എന്ന് വെച്ചാൽ എന്താണ് ഒരു RH ഫാക്ടർ എന്ന് പറയുന്നത്? എന്താണ് ഒരു RH ഫാക്ടർ? ബ്ലഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിർണയിക്കുന്ന ഘടകമാണ് RH ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ RH ഫാക്ടർ ഉള്ള ബ്ലഡ് ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. RH ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിർണയിക്കുന്ന ഘടകമാണ് RH ഫാക്ടർ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. RH ഫാക്ടർ എന്ന് പറഞ്ഞാൽ അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അറിയാത്തവരാണെങ്കിൽ RH ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിർണയിക്കുന്ന ഘടകമാണ് RH ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ RH ഫാക്ടർ ഉള്ള ഒരു ബ്ലഡ് ആണെങ്കിൽ ആ ബ്ലഡ് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? വേഗം ആൻസർ പറഞ്ഞേ. RH ഫാക്ടർ ഉള്ള ഒരു ബ്ലഡ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ? വെരി ഗുഡ്, പോസിറ്റീവ് ആയിരിക്കും അല്ലെ? RH ഫാക്ടർ ഉണ്ടെങ്കിൽ ആ ബ്ലഡ് പോസിറ്റീവ് ആയിരിക്കും. RH ഫാക്ടർ ഇല്ലാത്ത ബ്ലഡ് ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലെ? അപ്പൊ RH ഫാക്ടർ ആണ് ആ ബ്ലഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിർണ്ണയിക്കുന്നത്. അത് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ RH ഫാക്ടർ ഉണ്ടായിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ അവിടെ RH ഫാക്ടർ ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കാനുള്ളൂ കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? RH കാര്യം, RH ടൈപ്പിങ്ങിന്റെ കാര്യം ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ 2 ടെസ്റ്റ് ചെയ്തു. ഒന്ന്, ഏത് ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? A ആണോ, B ആണോ, AB ആണോ, O ആണോ? ഇതിൽ ഏത് ബ്ലഡ് ആണ്? ഇവിടെ വന്നിരിക്കുന്ന ബ്ലഡ് ഏതാണ് എന്ന് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്തു. രണ്ടാമത്തത്, ആ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. ക്ലിയർ അല്ലേ? 2 സ്റ്റെപ്പ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? റിപ്ലൈ ചെയ്താൽ മാത്രമേ മിസ്സിന് മനസ്സിലാവുള്ളൂ. ഓക്കെ ആണ്, കിട്ടുന്നുണ്ട്. അപ്പൊ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് ദാറ്റ് മേ കോസ് കോംപ്ലിക്കേഷൻ ഇൻ ദ റെസിപ്പിയന്റ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ. അതായത് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകളാണ്. അതായത് ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആർക്കാണോ ട്രാൻസ്ഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ബ്ലഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പൊ അവരുടെ ബ്ലഡും ഈ ബ്ലഡും തമ്മിൽ എന്ത് ചെയ്യും? റിയാക്ഷൻ ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ അവിടെ എന്തെങ്കിലും റിയാക്ഷൻസോ കാര്യങ്ങളോ വരാൻ സാധ്യതയുണ്ടോ അല്ലെ? അനുയോജ്യമായിട്ടുള്ള ബ്ലഡുകളാണോ അല്ലെ എന്ന കാര്യങ്ങൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലെ? അല്ലാതെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുമോ? അല്ലാതെ കൊടുത്താൽ എന്താ പറ്റുക? അഗ്ലൂട്ടിനേഷൻ മുതലായിട്ടുള്ള ബ്ലഡ് പ്രോട്ടീൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? അങ്ങനെ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ആ ബ്ലഡ് ഗ്രൂപ്പ്സ് അനുയോജ്യമാണോ എന്ന് ടെസ്റ്റുകൾ ചെയ്യണം. അതിനുവേണ്ടി ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്തു നോക്കുക. അതായത് ഈ പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആന്റിജനും ആന്റിബോഡീസിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആന്റിജൻ ആന്റിബോഡീസ് അവരുടെ റെസിപ്പിയന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പിൽ എന്തെങ്കിലും അവിടെ എന്താ പറ്റുക? രണ്ടും തമ്മിൽ യോജിക്കില്ല അല്ലെ? അപ്പൊ ഓപ്പോസിറ്റ് ആയതാണെങ്കിൽ അവിടെ എന്ത് നടക്കും? റിയാക്ഷൻസ് നടക്കും. അപ്പൊ അതിലൂടെ ബ്ലഡ് ഒക്കെ ക്ലോട്ട് ആവാനും കോംപ്ലിക്കേഷൻസ് വരാനും സാധ്യതയുണ്ട്. അപ്പൊ അതാണ് സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് ദാറ്റ് മേ കോസ് കോംപ്ലിക്കേഷൻ. അതായത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും റെഡ് ബ്ലഡ് സെൽസുമായി ബന്ധപ്പെട്ട ആന്റിബോഡീസ് അവരുടെ ആ ഒരു ബോഡിയിൽ ആ റെസിപ്പിയന്റെ ബ്ലഡിലുണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യുന്നവരിൽ പരിശോധിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നമാണ് അല്ലെ? കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ റിയാക്ഷൻസ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ബ്ലഡ് അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കണം. എന്താണ് ഒരു ആന്റിബോഡി ആന്റിജൻ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ബ്ലഡ് പഠിച്ചതാണ് അല്ലെ? ആന്റിബോഡി ആന്റിജൻസ്. രക്തഗ്രൂപ്പുകൾ ഏതാണ്? എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? അപ്പൊ ആ രക്തഗ്രൂപ്പുകളെ നിർണ്ണയിക്കുന്ന ഘടകമാണ് എന്തെന്ന് പറയുന്നത്? ആന്റിജൻ എന്ന് പറയുന്നത്. ആന്റിജൻസ് എങ്ങനെയാണ് നമ്മൾ എഴുതാറ്? 2 ആന്റിജൻ ആയിട്ട് എഴുതാറ്, എയും ബിയും
അല്ലെ? ആന്റിജൻ എ ഉള്ളവയാണെങ്കിൽ ഏത് ബ്ലഡ് ഗ്രൂപ്പാ? ആന്റിജൻ എ ഉള്ളവയാണെങ്കിൽ ഏത് ബ്ലഡ് ഗ്രൂപ്പാണ്? രക്തഗ്രൂപ്പുകളെ നിർണ്ണയിക്കുന്ന ഘടകമാണ് ആന്റിജൻ. ജസ്റ്റ് മിസ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. നമുക്ക് ഫെമിലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. രക്തഗ്രൂപ്പുകളെ നിർണ്ണയിക്കുന്ന ഘടകമാണ് ആന്റിജൻ എന്ന് പറയുന്നത്. അപ്പൊ ആന്റിജൻ എ ഉള്ളതാണെങ്കിൽ അത് ഏത് ഗ്രൂപ്പായി? എ ഗ്രൂപ്പായി അല്ലെ? എ ഗ്രൂപ്പായി. പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് RH ഫാക്ടർ വഴിയല്ലേ പറയുന്നത്. ഇത് ഗ്രൂപ്പ് മാത്രം എടുക്കാം. അപ്പൊ എ ഗ്രൂപ്പായി. ആന്റിജൻ ബി ഉള്ളതാണെങ്കിലോ? ആന്റിജൻ ബി ആണെങ്കിലോ ബി ഗ്രൂപ്പായി അല്ലെ? അപ്പൊ എ ബി എന്ന് പറയുമ്പോ ആന്റിജൻ ഏതൊക്കെ ഉണ്ടാവും? എയും ബിയും ഉണ്ടാവും അല്ലെ? ഓ ഗ്രൂപ്പ് ആവുമ്പോഴോ ആന്റിജൻ ഉണ്ടാവോ അവിടെ? ഇല്ല അല്ലെ? ഓ ഗ്രൂപ്പ് ആവുമ്പോ ആന്റിജൻ ഉണ്ടാവില്ല കേട്ടാ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണതാണ് കേട്ടോ. അപ്പൊ ആന്റിജൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രക്തഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നിർണ്ണയിക്കുന്ന ഘടകമാണ്. 2 ആന്റിജൻസ് ആണുള്ളത്, എയും ബിയും. എ ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ആവും. ബി ആന്റിജൻ ആണുള്ളതെങ്കിൽ ബി ഗ്രൂപ്പ് ആവും. എ ബി ആവുമ്പോ അതിന് 2 ആന്റിജനും വരും, എയും ബിയും വരും. ഓ ഗ്രൂപ്പ് ആവുമ്പോ അതിൽ 2 ആന്റിജനും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇനി എന്താണ് ഒരു ആന്റിബോഡി? ആന്റിബോഡി എന്ന് പറയുന്നതായിരിക്കും ആന്റിജനുകൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. എന്തിനെതിരായിട്ടാണ്? ആന്റിജനുകൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡീസ്. അതും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എയും ബിയും ആയിട്ട് തന്നെയാണ്. അപ്പോ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതിൽ നമ്മൾ എപ്പോഴും ഒരേപോലത്തെ ഒരിക്കലും വരില്ല, ഓപ്പോസിറ്റ് വരുള്ളൂ. കാരണം എന്താ? ഒരേപോലത്തെ വന്നാല് അവിടെ ആന്റിജനുകൾക്ക് എതിരായിട്ട് തന്നെ പറയുന്നത്. അപ്പോ എ തന്നെ വന്നാൽ എന്താ പ്രശ്നം വരിക? ആന്റിജനെയും ആന്റിബോഡി എയും തമ്മിൽ വന്നാൽ അവിടെ എന്ത് പ്രശ്നം വരും? അതവിടെ റിയാക്ഷൻ നടക്കും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ആന്റിജനെതിരായി പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡീസ്. അപ്പൊ ആന്റിജനെതിരായിട്ട് പ്രവർത്തിക്കുന്ന എന്ന് പറയുമ്പോ ഒരേപോലെയുള്ളവ വന്നാൽ സ്വാഭാവികമായിട്ട് അവിടെ പ്രവർത്തനം നടക്കും അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കും അല്ലെ? അപ്പൊ ശരിക്കും ഒരു ആന്റിജൻ എ ഉള്ള ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിബോഡി ഏതായിരിക്കും വരിക? ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് വേണ്ടിയല്ല, മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് മിസ് പറയുന്നതാണ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആ വരാം. ആന്റിജൻ ഏതാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. എ ആണെങ്കിൽ ബി ആയിരിക്കും ആന്റിബോഡി വരാം. നെക്സ്റ്റ് നേരെ തിരിച്ച് ബി ആന്റിജൻ ആണെങ്കിൽ ആന്റിബോഡി ഏതായിരിക്കും വരാം? രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടേ വരുള്ളൂ. അതെ, എ ആയിരിക്കും വരാം. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ എ ബിയിലാവുമ്പോ രണ്ടും ഉണ്ട് അല്ലെ? ആന്റിജൻ എ ഉണ്ട്, ആന്റിജൻ ബി ഉണ്ട്. അപ്പൊ അവിടെ ആന്റിബോഡി ഉണ്ടാവോ? ആന്റിബോഡി ഉണ്ടാവോ? എന്താണ്? ഇല്ല, ആന്റിബോഡി ഇല്ല അല്ലേ? ആന്റിബോഡി ഉണ്ടാവില്ല. ഇനി എ ബി അല്ല ഓ ഗ്രൂപ്പ് ആവുമ്പോഴോ? ഓ ഗ്രൂപ്പില് ആന്റിജൻസേ ഇല്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ? ആന്റിജനേ ഇല്ല. അപ്പൊ അവിടെ ആന്റിബോഡി വന്നാൽ പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാവോ? ആന്റിജൻ ഇല്ല. അപ്പൊ പിന്നെ ആന്റിബോഡി വന്ന പ്രശ്നം ഉണ്ടാവോ? കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആന്റിബോഡീസ് ഉണ്ടാവിടെ അല്ലെ? എയും ഉണ്ട്, ബിയും ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? ജസ്റ്റ് ജനറൽ ആയിട്ട് പറഞ്ഞാണ് ഇത്, നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിട്ട് കേട്ടോ. മനസ്സിലാക്കിയിരുന്നാൽ മാത്രമല്ല ഈ ടേംസ് ഒക്കെ വരുമ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലാതെ എന്താണ് ആന്റിജൻ അല്ലെങ്കിൽ എന്താണ് ആന്റിബോഡി എന്നൊന്നും ചോദിക്കില്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്നൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമുക്ക് നെറ്റിൽ നോക്കിയാലോ അല്ലെങ്കിൽ ഒരു ഇതിന്റെ ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ടേബിളൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ മുമ്പൊക്കെ ടേബിളൊക്കെ പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ നമുക്ക് അത്ര സമയമൊന്നും അതിനുള്ള സമയം പരിധി മൂലം നമ്മൾ അത് മുഴുവൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാറില്ല. കാരണം നമുക്ക് ഈ പോർഷൻസിലുള്ള കാര്യങ്ങൾ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അതുകൊണ്ട് ഇതില് ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു തന്നു. ബാക്കി ഇനി നമുക്ക് ഓരോന്ന് പറയുന്ന സമയത്ത് മിസ് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സ് കാര്യങ്ങൾ തരാം കേട്ടോ. അതിനടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഏതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള റെസിപ്പിയന്റ് ഏതാണ്, ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന ബ്ലഡ് ഗ്രൂപ്പുകൾ, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ബ്ലഡ് ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത്, ഏതൊക്കെയാണ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും ആ ഭാഗമാകുമ്പോഴേക്കും മിസ് 2-3 പോയിന്റ്സ് നോട്ടായിട്ട് തരാം കേട്ടോ. അപ്പൊ അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, പറയുന്നത് മാത്രം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ?
അടുത്ത ഭാഗത്തേക്ക് പറയട്ടെ, നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ്? അപ്പൊ അങ്ങനെയുള്ള ആന്റിജനുകൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഇതുപോലെ എന്തെങ്കിലും ആന്റിബോഡി ഈ റെസിപ്പിയന്റെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻ നടത്താൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമുക്ക് ഇങ്ങനെയുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ധൈര്യമായിട്ട് അവിടെ ട്രാൻസ്ഫ്യൂഷന് വേണ്ടി ആ ബ്ലഡ് കൈമാറ്റം ചെയ്യാം. നാലാമത്തെ പോയിന്റ്, സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ. നിലവിലോ അല്ലെങ്കിൽ മുൻപോ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പോൾ നിലവിൽ ഇൻഫെക്ഷൻ ഉള്ള ആളുകളാവാം, അല്ലെങ്കിൽ മുൻപ് അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ബ്ലഡ് പരിശോധിച്ചുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതായത് പ്രധാനമായിട്ടും നമ്മൾ പരിശോധിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി ആൻഡ് സി. കേട്ടിട്ടുണ്ടോ? ഹെപ്പറ്റൈറ്റിസ് എന്തിനെ ബാധിക്കുന്ന രോഗമാണ്? ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ഹെപ്പാറ്റിക് എന്നൊക്കെ പറയുമ്പോൾ ഏത് ഓർഗനെ ബാധിക്കുന്നതാവാം? ലിവർ അല്ലെ. വെരി ഗുഡ്, ലിവർ. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി കേട്ടിട്ടാണല്ലോ, മഞ്ഞപ്പിത്തം അല്ലെ. മഞ്ഞപ്പിത്തം കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ബി ആണെങ്കിലും ആൻഡ് സി എന്ന് പറയുന്നത് നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അപ്പൊ അത് സാംക്രമിക രോഗബാധയാണ്. അപ്പൊ അങ്ങനെയുള്ള ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി മുതലായുള്ള ഈ ബി ഒരുപാട് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ വരെ ഉണ്ട്. അതിലെ ബി ആൻഡ് സി എന്ന് പറയുന്നത് എന്തിലൂടെ പകരുന്നവയാണ്? എന്തുകൊണ്ടാണ് നമ്മളിവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്? ബ്ലഡിലൂടെ പകരാൻ സാധ്യതയുള്ളത് കൊണ്ടല്ലേ അല്ലെ? ബ്ലഡിലൂടെ പകരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അല്ലെ. ഇവിടെ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി ആൻഡ് സി, പേര് ആ ഒരു നമ്പർ ബിയും സിയുമാണ് കേട്ടോ. ബി അത് നോട്ട് ചെയ്യണം കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ചോദിക്കാനുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഏതൊക്കെ കറന്റ് ആൻഡ് പാസ്റ്റ് ഇൻഫെക്ഷൻസ് വേണ്ടിയാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യാറ്, ബ്ലഡിന്റെ സ്ക്രീനിങ് ചെയ്യാറ്. പ്രധാനമായിട്ടും നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് വൈറസ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി ആൻഡ് സി ഉണ്ടോ എന്നറിയാൻ. അതുപോലെ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. HIV കേട്ടിട്ടാണെന്നല്ലേ? HIV സ്പാലഡ് ഫോം ചോദിക്കാം കേട്ടോ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് നമ്മുടെ എയ്ഡ്സുമായി ബന്ധപ്പെട്ട വൈറസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള വൈറസുകളുടെ പ്രസൻസ് ഉണ്ടോ? അതുപോലെ ട്രിക്കോണിമ പാലിഡം അല്ലെങ്കിൽ സിഫിലിസ് കേട്ടതാണോ? കേട്ടിട്ടുണ്ടോ? അത് പറങ്കിപ്പുണ്ണ് എന്ന് പറയും. ശരിക്കും ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തോ. ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻസ് മൂലം ഉണ്ടാകുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് കേട്ടോ. അപ്പൊ അത് ട്രിക്കോണിമ പാലിഡം അല്ലെങ്കിൽ സിഫിലിസ് അല്ലെങ്കിൽ പറങ്കിപ്പുണ്ണ് എന്ന് മലയാളത്തിൽ പറയും. ഇതൊരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ്. അത് ചോദിക്കാം. ട്രിക്കോണിമ, അത് ബാക്കിയെല്ലാം വൈറസുകളാണ്, ഇത് മാത്രം ബാക്ടീരിയയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ട്രിക്കോണിമ പാലിഡം സിഫിലിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ 3 ഡിസീസുകൾ അല്ലെങ്കിൽ 3 ഇൻഫെക്ഷൻസിനെയും അതിന്റെ പ്രസൻസ് ആ ബ്ലഡിലുണ്ടോ എന്ന് നമുക്ക് ഈ പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും. മീനിങ് സിഫിലിസോ പറങ്കിപ്പുണ്ണ്, പറങ്കിപ്പുണ്ണ് എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ ആ ഒരു വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയാസിന്റെ ഒക്കെ പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അവരുടെ ബ്ലഡ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. രക്തത്തിൽ കൂടെയും ഇത് പകരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ബ്ലഡ് പരിശോധിച്ചാൽ കൃത്യമായിട്ട് ഇത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ സ്ക്രീൻ ചെയ്ത് അല്ലെങ്കിൽ പരിശോധനകൾ നടത്തി നോക്കുന്നത്. അപ്പൊ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡ് ആരാണോ സ്വീകരിക്കുന്നത് അവരിലേക്കും ഇത് പകർന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത്, നിലവിലുണ്ടോ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്നോ, അതിന്റെ പ്രസൻസ് അവരുടെ ബ്ലഡിലുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയോ? 4 ടെസ്റ്റുകൾ, 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒരു ട്രാൻസ്ഫ്യൂഷന് വേണ്ടി ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്ന പ്രിലിമിനറി ടെസ്റ്റുകളാണ്. ആദ്യം A ആണോ B ആണോ AB ആണോ O ആണോ വന്നിരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കും. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ റെസിപ്പിയന്റെ ബോഡിയിൽ നമ്മുടെ കൊടുക്കുന്ന ട്രാൻസ്ഫ്യൂഷൻ നടത്തി കൊടുക്കുന്ന ആ ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലഡിനുമായി ബന്ധപ്പെട്ട് അവിടെ റിയാക്ഷൻസ് എന്തെങ്കിലും നടക്കാൻ സാധ്യതയുള്ള ആന്റിബോഡീസ് ഉണ്ടോ, അവിടെ എന്തെങ്കിലും റിയാക്ഷൻസ് നടക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി അനുയോജ്യത ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്തു നോക്കും. 4ാമത് അവർക്ക് നിലവില് അല്ലെങ്കിൽ മുൻപോ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ, അത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി ആൻഡ് സി, അതുപോലെ HIV, അതുപോലെ ട്രിക്കോണിമ പാലിഡം അല്ലെങ്കിൽ സിഫിലിസ് മുതലായവയാണ് പ്രധാനമായിട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന കാര്യങ്ങൾ. ഇതിന്റെയൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ആ ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫ്യൂഷന് വേണ്ടി ഉപയോഗിക്കില്ല. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ?
Okay. Then next, what are the blood types? ഏതൊക്കെയാണ് ബ്ലഡ് ടൈപ്സ്? അതായത് അക്കോർഡിംഗ് ടു അമേരിക്കൻ, ഇത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഈ ബോക്സിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. അക്കോർഡിംഗ് ടു അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്, ബ്ലഡ് ബാങ്കിന്റെ അമേരിക്കൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഡെലിവറി ഓഫ് ബ്ലഡ് ടൈപ്സ്, അതായത് പല ടൈപ്പ് ബ്ലഡ് ടൈപ്പുകൾ ഉണ്ടല്ലോ, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ 8 ടൈപ്പ് ഉണ്ട്. ആ 8 ടൈപ്പിലും ഏറ്റവും കൂടുതൽ ഡെലിവറി നടക്കുന്നത്, ബ്ലഡ് ബാങ്കിൽ നിന്നും ഡെലിവറി നടക്കുന്ന ബ്ലഡ് ടൈപ്പുകളുടെ പെർസെന്റേജ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ ജസ്റ്റ് വായിക്കാം. RH പോസിറ്റീവ് ആയിട്ടുള്ളത്, O പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആവുമ്പോൾ 39% ആണ് അവിടെ ഡെലിവറി നടക്കാറുള്ളത്. ബ്ലഡ് ബാങ്കിന്റെ കണക്കാണ് പറയുന്നത് കേട്ടോ. BRH പോസിറ്റീവ് ആവുമ്പോൾ 9%, ABRH പോസിറ്റീവ് ആവുമ്പോൾ 3%, ORH നെഗറ്റീവ് ആവുമ്പോൾ 9%, ARH പോസിറ്റീവ് ആവുമ്പോൾ 31%, ARH നെഗറ്റീവ് ആവുമ്പോൾ 6%, BRH നെഗറ്റീവ് ആവുമ്പോൾ 2%, ABRH നെഗറ്റീവ് ആവുമ്പോൾ 1%. ഇതാ ഒരു ബ്ലഡ് ബാങ്കിൽ നിന്നും ഡെലിവറി ചെയ്തു പോകുന്ന 8 തരത്തിലുള്ള ബ്ലഡുകളുണ്ട്. ആ 8 ടൈപ്പിനെയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അവിടെ ഡെലിവറി നടക്കുന്നത് O പോസിറ്റീവ് ബ്ലഡിനാണ്. ഇത്രയും മാത്രം മനസ്സിലാക്കാം കേട്ടോ. ഇത്ര പെർസെന്റേജ് ഏതാണ് എന്നൊന്നും. ORH പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ O പോസിറ്റീവ് തന്നെയല്ലേ? ORH പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ O പോസിറ്റീവ് തന്നെയാണ്. നമ്മൾ RH എന്നുള്ളത് പ്രൊനൗൺസ് ചെയ്യാറില്ല നോർമലി നമ്മൾ പറയുമ്പോൾ, അല്ലെ? O പോസിറ്റീവ് എന്നാണ് നമ്മൾ പറയാറ്, അല്ലെ? ORH പോസിറ്റീവ് എന്ന് പറയാറില്ലല്ലോ. അത് സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് അതൊന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, വായിച്ചു വെച്ചാൽ മതി. ഇതിന്റെ പെർസെന്റേജോ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കുന്നത് മാത്രം. അടുത്ത ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ആർ ദ കോൺസ്റ്റന്റ് ഓഫ് ബ്ലഡ്? കേട്ടിട്ടുണ്ടോ? ബ്ലഡിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ബ്ലഡ് കമ്പോണൻസിനെയും കുറിച്ച് പഠിക്കണം. അതിന്റെ സയന്റിഫിക് നെയിംസ് മിസ് പറഞ്ഞുതരാം, അത് നോട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫംഗ്ഷൻസ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ഇതിലേതെങ്കിലും ഒക്കെ ബ്ലഡ് കമ്പോണൻസിനെ കുറിച്ചും അതിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ചും ചോദ്യം വരാറുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുന്ന ഒരു ഭാഗം. When blood or one of its constant part is transferred, നമുക്കറിയാം ബ്ലഡ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളായിട്ട് തിരിച്ചു വെച്ച് അത് മാത്രം ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. അപ്പൊ ഏതൊക്കെ കമ്പോണൻസ് ആയിട്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റും? അതിലെ ഓരോ കമ്പോണൻസിനും അതിൻ്റെതായ ഫങ്ഷൻസ് അവർ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ബ്ലഡിലെ 4 കമ്പോണൻസ് അല്ലെങ്കിൽ 4 ഘടകങ്ങളായിട്ടാണ് നമുക്ക് തിരിക്കാൻ പറ്റുന്നത്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ നിങ്ങള്? ബ്ലഡ് കമ്പോണൻസിന് 4 ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. റെഡ് ബ്ലഡ് സെൽസ് എന്ന് വെച്ചാൽ എന്താ? RBC എന്ന് വെച്ചാൽ എന്താണ്? റെഡ് ബ്ലഡ് സെൽസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അരുണ രക്താണുക്കൾ എന്ന് കേട്ടിട്ടുണ്ടോ മലയാളത്തില്? അതെ, ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ എന്ന് പറയാം, അല്ലെ? അപ്പൊ RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് ആണ് ഒന്നാമത്തെ കമ്പോണന്റ്. രണ്ടാമത്തത് പ്ലേറ്റ്ലെറ്റ്സ്. കേട്ടിട്ടുണ്ടോ പ്ലേറ്റ്ലെറ്റ്സ്? മൂന്നാമത്തത് വൈറ്റ് ബ്ലഡ് സെൽസ്. എന്താണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാല്? ശ്വേതരക്താണുക്കൾ എന്ന് പറയുക അല്ലെ മലയാളത്തില്? ശ്വേതരക്താണുക്കൾ, അരുണ രക്താണുക്കൾ. പ്ലാസ്മ. ഈ 4 കമ്പോണൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 എണ്ണവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBCയെ കുറിച്ച് പഠിക്കാം. കുറച്ചും കൂടി ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം നമ്മൾ മലയാളീകരിച്ചാവുമ്പോ നമുക്ക് അത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വായിക്കുന്ന സമയത്ത് അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നിങ്ങൾ ഇത് തന്നെ പ്രൊനൗൺസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അപ്പൊ RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? These cells transport oxygen to the tissues in the body and are commonly used to treat anemia. ഇവിടെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ RBCയുടെ ചിലതിന്റെ മാത്രം സയന്റിഫിക് നെയിംസ് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതിൽ RBCയുടെ സയന്റിഫിക് നെയിം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. നിങ്ങളുടെ നോട്ട്സിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഇതിനോട് കൂടി ചേർന്ന് ഒന്ന് എഴുതി വെച്ചാൽ മതി. ഒരു ജസ്റ്റ് ഒരു പേര് മാത്രമേ ഉള്ളൂ. സയന്റിഫിക് നെയിം RBCയുടെ എറിത്രോസൈറ്റ്സ്. സ്പെല്ലിംഗ് വേണോ? എറിത്രോസൈറ്റ്സ് സ്പെല്ലിംഗ് വേണം. ERYTHERYTHROCYTES
erythrocytes. 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 കിട്ടിയോ എല്ലാവർക്കും? നോട്ട് ചെയ്തോ? ഓക്കെ. അപ്പൊ എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത് എന്തിന്റെ സയന്റിഫിക് നെയിം ആണ്? റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBCയുടെ സയന്റിഫിക് നെയിം ആണ്. ചോദിക്കാറുള്ളത് കൊണ്ടാണ് മിസ് എടുത്ത് തന്നിരിക്കുന്നത്. അങ്ങനെ ചോദിക്കാറുള്ളത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ചോദിക്കാറുണ്ട്. അത് എറിത്രോസൈറ്റ്സ് എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം എന്ന് മനസ്സിലാക്കുക. ഈ ഒരു RBCയുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? These cells transport oxygen to the tissues in the body and are commonly used to treat anemia. എന്നുവെച്ചാൽ എന്താ? ഇത് നമ്മുടെ ബോഡിയിലെ എല്ലാ ടിഷ്യൂസിലേക്കും ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സെല്ലാണ് RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഫംഗ്ഷൻ. നമ്മുടെ ബോഡിയിലെ ഓരോ ടിഷ്യൂസിലേക്കും ഓക്സിജനെ എത്തിച്ചു നൽകുക എന്നതാണ് ആരുടെ ഫംഗ്ഷൻ? RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ ഫംഗ്ഷൻ. അതാണ് കോമൺലി യൂസ് ടു ട്രീറ്റ് അനീമിയ. അനീമിയയെ ട്രീറ്റ് ചെയ്യാനായിട്ട് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്ലഡ് ടൈപ്പ് ആണ് RBC എന്ന് പറയുന്നത്. എന്താണ് ഒരു അനീമിയ? കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ചില ഡോക്ടേഴ്സ് പറയാറില്ലേ, നിങ്ങൾ അനീമിക്കാണ്, വിളർച്ച അല്ലെ? വിളർച്ച എന്ന് പറയുമ്പോൾ അവർ എന്താണ് നമ്മൾ പ്രിഫർ ചെയ്യാറ്? നമുക്ക് അതിനവർ എന്ത് മരുന്നാ പ്രിഫർ ചെയ്യാറ്? അനീമിക് പേഷ്യൻസിന് അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റ്സ് കൊടുക്കുക അല്ലെ? ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് ഒക്കെ തരും അല്ലെ? എന്ന് വെച്ചാൽ ശരിക്കും എന്തായിരിക്കും ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്? ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? എന്താണ് ആ ഒരു കണ്ടീഷൻ? എന്ത് കുറവ് മൂലമാണെന്ന് പറയും? ബ്ലഡിന്റെ കുറവ് മൂലമാണ്. ബ്ലഡില് എന്തിന്റെ കുറവാണ് ശരിക്കും ഉള്ളത്? എന്തിന്റെ കുറവാ? ഹെൽത്തി ആയിട്ടുള്ള RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ കുറവാണ് അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ കേട്ടോ. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് നമ്മുടെ ബ്ലഡിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ അതിന്റെ കുറവിനെയാണ് നമ്മള് അനീമിയ എന്ന് പറയുന്നത്. ഈ അനീമിയക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ആ കുറവുള്ള സാധനമല്ലേ നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ? എന്തും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ? നമുക്ക് എന്താണോ കുറവ് ആ സാധനമല്ലേ നമ്മൾ കൊടുക്കേണ്ടേ? അപ്പൊ അവിടെ RBCയുടെ ആണ്, ഹെൽത്തി ആയിട്ടുള്ള RBC ആണ് ഇല്ലാത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് സാധനം കൊടുത്താലാണ് അവിടെ ആ കണ്ടീഷനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നേ? ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് അല്ലെ? റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അനീമിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് ചിലപ്പോൾ ചില അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിന്റെ കണ്ടീഷൻ വളരെ വേസ്റ്റ് ആവാറുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ ആയിട്ട് നമ്മൾ ഒരു ഇച്ചിരി ക്ഷീണോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അനീമിയാണ്. അതിനനുസരിച്ചുള്ള മെഡിസിൻസ് കാര്യത്തിൽ RBC കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കാര്യങ്ങൾ നമുക്ക് തരും. ഇനി ചില ആളുകൾക്ക് അതിനുള്ളൊരു അത്രയും കൂടി കപ്പാസിറ്റി ഇല്ലാതെ വന്നാൽ അവർക്ക് സ്വാഭാവികമായിട്ടും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി RBC നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ട്രാൻസ്ഫ്യൂഷൻ വഴി കൊടുക്കേണ്ടതായിട്ട് വരാറ് കേട്ടോ. അപ്പൊ അവിടെ RBC ആണ് അനീമിക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലഡ് കമ്പോണന്റ് എന്ന് പറയും. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBCയുടെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? എറിത്രോസൈറ്റ്സ് എന്നായിരുന്നു. അത്രയും ക്ലിയർ അല്ലേ? രണ്ടാമത്തത് പറഞ്ഞ എന്താ? RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഓരോ ടിഷ്യൂസിലേക്കും ഓക്സിജനെ എത്തിച്ചു നൽകുക എന്നതാണ് RBCയുടെ ഫംഗ്ഷൻ. അതോടൊപ്പം തന്നെ ഏത് രോഗത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? ഏത് രോഗത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഏത് രോഗത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ്? അനീമിയ അല്ലെ? അനീമിയ. അതിനനുസരിച്ച് അതായത് ഡയഗ്നോസ്റ്റിക് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് അനീമിക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് RBCs യൂസ് ചെയ്യാം. ഇത്രയും ക്ലിയർ ആണോ? റെഡ് ബ്ലഡ് സെൽസ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. രണ്ടാമത്തത് പ്ലേറ്റ്ലെറ്റ്സ് ആണ് കേട്ടാ. പ്ലേറ്റ്ലെറ്റ്സിന്റെ സയന്റിഫിക് നെയിം എന്ന് എഴുതി വെച്ചേ. പ്ലേറ്റ്ലെറ്റ്സിന്റെ സയന്റിഫിക് നെയിം ത്രോംബോസൈറ്റ്സ്. സ്പെല്ലിംഗ് പറയണോ? ത്രോംബോസൈറ്റ്സ്. THROM ത്രോംബോസൈറ്റ്സ്. THROMBOCYTES ത്രോംബോസൈറ്റ്സ്. നോട്ട് ചെയ്യാം കേട്ടാ.
പ്ലേറ്റ്ലെറ്റ്സിന്റെ സയന്റിഫിക് നെയിം ആണ് ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫംഗ്ഷൻ എന്ന് നോക്കാം. They help the blood to clot and are used to treat leukemia and other forms of cancer. എന്താ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്? They help the blood to clot. നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും അത് യൂസ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നേ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ, അല്ലെ? ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? ത്രോംബോസൈറ്റ്സ് എന്നായിരുന്നു. ആൻഡ് ആർ യൂസ്ഡ് ടു ട്രീറ്റ്. ഇനി പ്ലേറ്റ്ലെറ്റ്സ് എന്തിനു വേണ്ടിയാണ് നമ്മൾ സഹായിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ലുക്കീമിയ എന്ന് കേട്ടിട്ടുണ്ടോ? ലുക്കീമിയ കേട്ടിട്ടുണ്ടോ? എന്താണ് ലുക്കീമിയ? ലുക്കീമിയ എന്ന് പറഞ്ഞ എന്ത് രോഗമാണ്? ബ്ലഡ് ക്യാൻസർ എന്ന് കേട്ടിട്ടുണ്ടോ? ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ? അത് തന്നെ, ആ രോഗം തന്നെയാണ് കേട്ടോ. ഇവിടെ WBC സെൽസിന്റെ ഒക്കെ അമിതമായിട്ടുള്ള അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള വർധനമാണ് ശരിക്കും രക്താർബുദം അല്ലെങ്കിൽ എന്താണ് ലുക്കീമിയ എന്നൊക്കെ പറയുന്നത്. ഇവിടെ ലുക്കീമിയയുടെ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് ഇപ്പൊ മിക്ക ക്യാൻസർ ട്രീറ്റ്മെന്റുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ കീമോ റേഡിയേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ബ്ലഡ് എന്ത് ചെയ്യും? ക്ലോട്ട് ആവാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ക്ലോട്ട് ആവാതെ വരുമ്പോ അതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പോണന്റ് ആണ് എന്തെന്ന് പറയുന്നത്? പ്ലേറ്റ്ലെറ്റ്. അപ്പൊ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് നമ്മൾ അവരുടെ ബോഡിയിൽ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന ഇപ്പൊ ലുക്കീമിയ ആയിക്കോട്ടെ മറ്റ് ഫോംസ് ഓഫ് ക്യാൻസർ പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുമ്പോൾ അവരുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് നമുക്ക് സഹായത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലഡ് കമ്പോണന്റ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? ത്രോംബോസൈറ്റ്സ് എന്നായിരുന്നു. ഓക്കെ ആണോ? പ്ലേറ്റ്ലെറ്റ്സ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വൈറ്റ് ബ്ലഡ് സെൽസ്, WBC അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ എന്താണ് അതിന്റെ സയന്റിഫിക് നെയിം ഒന്ന് എഴുതി വെച്ചേ. എന്താണ് സയന്റിഫിക് നെയിം? അറിയോ ആർക്കെങ്കിലും? അറിയോ? ലൂക്കോസൈറ്റ്സ് എന്ന് എഴുതി വെച്ച. ലൂക്കോസൈറ്റ്സ്, ലൂക്കോസൈറ്റ്സ് എന്നാണ് കേട്ടോ. LUKOCYTES ലൂക്കോസൈറ്റ്സ് എന്നാണ്. എന്തിന്റെ സയന്റിഫിക് നെയിം? WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയും. ഓക്കെ, എഴുതിയോ? ഓക്കെ, ഇനി നോക്കിയേ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? ദീസ് സെൽസ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ ആൻഡ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്. എന്താ? നമ്മുടെ ബോഡിയില് എന്തൊരു ഇൻഫെക്ഷൻ വന്നാലും അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സെൽസ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്, നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ പ്രോസസ്സുകളെ സഹായിക്കുന്ന, അതെ തടയുന്നത് തന്നെയാണ്. ഇൻഫെക്ഷൻ വന്നാൽ അതിനെതിരെ പ്രതിരോധിക്കാൻ, അത് പ്രതിരോധ ശേഷി നൽകുന്ന അല്ലെങ്കിൽ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു സെല്ലാണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ഇതും ചോദിക്കാറുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് കൂടുതലും ചോദിച്ച് കണ്ടിരിക്കുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ്, അതുപോലെ പ്ലാസ്മയുടെയും എടുത്ത് നമ്മൾ 3 ഫംഗ്ഷൻസ് പറയുന്നുണ്ട്, അതും ചോദിക്കാറുള്ളതാണ് കേട്ടോ. അത് 3ആണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കി വൈറ്റ് ബ്ലഡ് സെൽസിന് എന്താണ് പറയുന്നത് ഫംഗ്ഷൻ? അതിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? ലൂക്കോസൈറ്റ്സ് എന്നായിരുന്നു. ദി സെൽസ് ഹെൽപ്പ് ദ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻസ് വന്നാൽ അതിനെതിരെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. അതുപോലെ നമ്മൾ ഇമ്മ്യൂൺ പ്രോസസ് അല്ലെങ്കിൽ പ്രതിരോധ ശക്തിയെ എന്താണ് അതിനു വേണ്ടിയും സഹായിക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിലെ പ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂൺ പ്രോസസ് ഒക്കെ നിലനിർത്താനായിട്ടും സഹായിക്കുന്ന ഒരു ബ്ലഡ് കമ്പോണന്റ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നാലാമത്തത് എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നതാണ് പ്ലാസ്മ. പ്ലാസ്മയ്ക്ക് സയന്റിഫിക് നെയിം ഒന്നുമില്ല കേട്ടോ. പ്ലാസ്മയെ തന്നെയാണ് പറയാറ്. ആദ്യത്തെ 3 സയന്റിഫിക് നെയിം പഠിച്ചാൽ മതി കേട്ടോ. പ്ലാസ്മ എന്താണ്? The watery fluid part of the blood in which the red blood cells, white cells and platelets are suspended. അപ്പോ ബ്ലഡിന്റെ വാട്ടറി അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ്
പ്ലാസ്മ. ഒരു ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ പീൽ യെല്ലോ കളറാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള പാർട്ടാണ്. ബ്ലഡ് ഫ്ലൂയിഡ് ആയിട്ടല്ലേ കാണുന്നത് അല്ലെ? ബ്ലഡ് ഫ്ലൂയിഡ് ആയിട്ടല്ലേ കാണുന്നേ? ആണോ? ഫ്ലൂയിഡ് ആയിട്ടാണോ കാണാറ്? നിങ്ങളുടെ ബോഡിയിൽ എങ്ങനെയാ അല്ലെ? അപ്പൊ അങ്ങനെ ആ ഫ്ലൂയിഡ് ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ ഫ്ലൂയിഡിനുള്ളിലായിരിക്കും എന്തൊക്കെ കാണുന്നത്? ആ ഫ്ലൂയിഡിനുള്ളിലാണ് എന്തൊക്കെ കാണുന്നത്? റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ് മുതലായവ സസ്പെൻഡ് ചെയ്യുന്നതാണ് മുങ്ങിക്കിടക്കുക അല്ലെ? അപ്പൊ ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിനുള്ളിൽ കിടക്കുകയായിരിക്കും എന്തൊക്കെയെന്ന് പറയുന്ന റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും ഒക്കെ കാണപ്പെടുന്നത്. പ്ലാസ്മ ഈസ് റിക്വയർഡ് ടു ക്യാരി മെനി പാർട്സ് ഓഫ് ദ ബ്ലഡ് ത്രൂ ദ ബ്ലഡ് സ്ട്രീം. ഈ പ്ലാസ്മയാണ് നമ്മുടെ ബ്ലഡിനെ RBC ആണെങ്കിലും WBC ആണെങ്കിലും അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സിനെ ആണെങ്കിലും നമ്മുടെ ബ്ലഡ് സ്ട്രീമിലൂടെ ബോഡിയുടെ ഓരോ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകണമെങ്കിൽ ഈ ഫ്ലൂയിഡ് പാർട്ട് ആയിട്ടുള്ള പ്ലാസ്മയുടെ സഹായം വേണ്ടേ അല്ലെ? പ്ലാസ്മയാണ് ഈ പറയുന്ന എല്ലാ ബ്ലഡ് കമ്പോണൻസിനെയും നമ്മുടെ ബോഡിയുടെ ഓരോ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. കാരണം അതിലാണ് ഇത് സസ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് മുങ്ങിക്കിടക്കുന്നത് അല്ലെ? അപ്പൊ അതിന്റെ സഹായം ഫ്ലൂയിഡ് പാർട്ടിന്റെ സഹായത്തോടു കൂടി മാത്രമേ ഈ കമ്പോണൻസിനെ മറ്റുള്ള ബോഡിയിലെ മറ്റിടങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണല്ലോ? പ്ലാസ്മ പെർഫോം മെനി ഫങ്ഷൻസ്. പ്ലാസ്മ നടത്തുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിൽ 3 ഫങ്ഷൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അത് 3 ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഒന്നാമത് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു. രണ്ടാമത് പ്രൊവൈഡ് പ്രോട്ടീൻസ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായ പ്രോട്ടീനുകൾ നൽകുന്നു. മൂന്നാമത് ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം, ശരീരത്തിലെ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെവലിനെ ബാലൻസ് ചെയ്ത് നിർത്തുകയും ചെയ്യുന്നു. 3 ഫങ്ഷൻസ്. എന്തിന്റെ 3 ഫങ്ഷൻസ് ആ പറയുന്നത്? പ്ലാസ്മയുടെ 3 ഫങ്ഷൻസ് ആണ് കേട്ടോ പറയുന്നത്. പ്ലാസ്മയിൽ നിങ്ങൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത് ചോദിക്കാം ബ്ലഡിന്റെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാട്ടർ പാർട്ട് ഏതാണ്? ബ്ലഡ് കമ്പോണൻസിലെ ഫ്ലൂയിഡ് പാർട്ട് അല്ലെങ്കിൽ ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലാസ്മയാണ് അല്ലെ? അതൊന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത് ചോദിക്കാവുന്നത് പ്ലാസ്മയുടെ 3 ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നവ ഏത്, അല്ലെങ്കിൽ പ്ലാസ്മയുടെ ഫങ്ഷൻസിൽ ഉൾപ്പെടാത്തത് ഏത് എന്നും ചോദിക്കാം കേട്ടോ. അപ്പൊ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? 3 ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒന്നാമത് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായ പ്രോട്ടീനുകൾ നൽകുന്നു. മൂന്നാമത് എന്താ? സോഡിയം, പൊട്ടാസ്യം മുതലായവയുടെ ലെവല് ബാലൻസ് ചെയ്ത് നിർത്തുന്നു. ഈ 3 ഫങ്ഷൻസും പ്ലാസ്മയുടെ ഫങ്ഷൻസ് ആണ്. അപ്പൊ ചില ക്വസ്റ്റ്യൻ ഉൾപ്പെടുന്നവ ഏത് നോക്കുമ്പോൾ ഓപ്ഷൻ 4 ആയിരിക്കും അല്ലെ? ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും ആൻസർ വരിക. അതേസമയം ഉൾപ്പെടാത്തതെന്ന് ചോദിക്കുമ്പോൾ മറ്റേതെങ്കിലും ഒരു ഫങ്ഷനും കൂടി അതിൽ എടുത്ത് എഴുതാം. അപ്പൊ അത് മാത്രം ചൂസ് ചെയ്യാം. മനസ്സിലായോ? ക്വസ്റ്റ്യന് വരുന്ന രീതി മനസ്സിലായോ? ഓക്കെ. 4 എണ്ണം നമ്മൾ പറഞ്ഞു. ആ 4 എണ്ണം ഒന്ന് വേഗം വായിച്ചു നോക്കി. 4 കമ്പോണൻസും അതിന്റെ ഫങ്ഷൻസും. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് മെസ്സേജ് ചെയ്യണം, റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? 4 കമ്പോണൻസും ക്ലിയർ ആണോ? ഓക്കെ. അടുത്തൊരു ചെറിയ ഭാഗം കൂടി നമുക്ക് പറയാം കേട്ടോ. ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF ആന്റി ഹീമോഫിലിക് ഫാക്ടർ. ആന്റി ഹീമോഫിലിക് എന്ന് പറയുമ്പോൾ എന്താ?
ക്ലോട്ടിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലെ. ആന്റി ഹീമോഫിലിക് ആണ്. അപ്പൊ AHF-ന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. ആന്റി ഹീമോഫിലിക് ഫാക്ടർ ക്രയോപ്രസിപിറ്റേറ്റ്. ഇനി എന്താണ് ഇത് എന്നാണ് നോക്കുന്നത്. The portion of the plasma that contains clotting factors that help to control bleeding. രക്തസ്രാവത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്ലാസ്മയുടെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. പ്ലാസ്മയുടെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ഭാഗമാണ്. എന്തിനു വേണ്ടി? അവിടെ ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ പ്ലാസ്മയുടെ ആ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ഭാഗമാണ് ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ് കാണപ്പെടുക. എന്തിനു വേണ്ടി സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്? ആ ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തസ്രാവത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള പ്ലാസ്മയുടെ ഒരു ഭാഗമാണ് ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്തിനു വേണ്ടി സഹായിക്കുന്നതാണ്? രക്തസ്രാവം അല്ലെങ്കിൽ ബ്ലീഡിങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള പ്ലാസ്മയുടെ ഒരു ഭാഗമാണ് ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണെന്ന് റിപ്ലൈ ചെയ്യാത്തത്? CHF എന്താണ്, AHF എന്താണെന്ന് മനസ്സിലായോ? അത് ജസ്റ്റ് അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പ്ലാസ്മയുടെ ഒരു പോർഷൻ ആണ്. അതിലെന്തും ഉൾപ്പെട്ടിട്ടുണ്ടാവും? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, ബ്ലീഡിങ്ങിനെ നിയന്ത്രിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കേട്ടോ. കൺട്രോൾ ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തസ്രാവത്തെ നിയന്ത്രിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള പ്ലാസ്മയുടെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ക്രയോപ്രസിപിറ്റേറ്റ് AHF അല്ലെങ്കിൽ ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ. Albumin, immune globulins, and clotting factor concentrate may also be separated and processed for transfusion. അപ്പൊ നമുക്കറിയാം ഈ ബ്ലഡിന്റെ എല്ലാ കമ്പോണൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ബ്ലഡ് ബാങ്കിലെ ബ്ലഡ് മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ ഈ പറയുന്നത് RBC വേർതിരിച്ച്, WBC വേർതിരിച്ച്, പ്ലാസ്മ വേർതിരിച്ച്, പ്ലേറ്റ്ലെറ്റ്സ് വേർതിരിച്ച്, അതുപോലെ തന്നെ ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ എന്നൊക്കെ പറയുന്ന പ്രോട്ടീനുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോട്ടീൻസിന്റെ വരെയും അതുപോലെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് മുതലായ എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഓരോ പേഷ്യൻസിനെയും ഏത് കമ്പോണൻസ് ആണ് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് അല്ലെ. അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് ഏത് കമ്പോണന്റ് ആണ് അവരുടെ ആ ഒരു രോഗാവസ്ഥയ്ക്ക് ആവശ്യമായി വരുന്നത്, ആ ബ്ലഡ് ബാങ്കിൽ നിന്ന് ആ കമ്പോണന്റ് മാത്രം സ്വീകരിച്ചാൽ മതി. മനസ്സിലായോ? ഇപ്പൊ ഒരു അനീമിക് പേഷ്യൻസിന് RBC ആണ് അവിടെ ആവശ്യമായി വരുന്നതെങ്കിൽ അവർക്ക് RBC മാത്രം മതി അല്ലെ. മൊത്തം ആ ബ്ലഡ് മൊത്തം കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓരോ പേഷ്യൻസിനെയും അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് ഏത് കമ്പോണന്റ് ആണോ വേണ്ടത് അത് മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും നമുക്ക് സ്വീകരിക്കാം. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമയം നമുക്ക് മതിയാവില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ മുതലുള്ള ഭാഗം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, miss.